സ്വകാര്യ ബസിന്റെ ഹൈഡ്രോളിക് ഡോളറിന് ഇടയിൽപ്പെട്ട് +1 വിദ്യാർത്ഥിനിക്ക് പരിക്ക്. അസഹനീയമായ വേദനയാൽ 16-കാരിയെ ബസ് ജീവനക്കാർ വിജനമായ സ്ഥലത്ത് ഇറക്കിവിട്ടു. പരാതി നൽകിയിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയില്ലെന്നും മാതാവ്. ാര താമരശ്ശേരി റോഡിലോടുന്ന ഗായത്രി എന്ന ബസ്സിൽ ചൊവ്വാഴ്ച രാവിലെ 7:30ഓടെയായിരുന്നു സംഭവം. വീടിന് സമീപത്തെ സ്റ്റോപ്പിൽ നിന്നും ബസ്സിൽ കയറിയ പന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനി ആയിഷ റിഫയ്ക്കാണ് പരിക്കേറ്റത്. തന്റെ വീടിന് സമീപത്തെ കാർഗിൽ എന്ന സ്റ്റോപ്പിൽ നിന്നുമായിരുന്നു വിദ്യാർത്ഥിനി ബസ്സിൽ കയറിയത്. തിരക്ക് കാരണം ഡോർ സ്റ്റെപ്പിൽ നിന്നും അകത്തേക്ക് കയറാൻ സാധിക്കാതെ നിന്ന വിദ്യാർത്ഥിനി സ്റ്റെപ്പിൽ തൂങ്ങി നിൽക്കുമ്പോൾ ദേഹത്തേക്ക് ഡോർ ജാമാവുകയായിരുന്നു. കൈകൊണ്ട് തള്ളിയെങ്കിലും നീങ്ങാതെ വന്നപ്പോൾ കരഞ്ഞ് ഇറങ്ങണമെന്ന് പറഞ്ഞ കുട്ടിയെ 2 സ്റ്റോപ്പ് അകലെ കമ്പിവേലിമൽ എന്ന വിജനമായ സ്ഥലത്ത് ഇറക്കിവിട്ട് തിരിഞ്ഞു നോക്കാതെ ബസ് എടുത്തു പോകുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥിനി പറഞ്ഞു. രാവിലെ ഈ റൂട്ടിൽ മറ്റു ബസ്സുകളില്ലാത്തതിനാൽ എങ്ങനെയെങ്കിലും സ്കൂളിൽ എത്താനുള്ള തിരക്കിലാണ് കുട്ടികൾ തിക്കിക്കയറുന്നത്. പന്നൂർ സ്കൂളിലെത്താൻ പിന്നീട് 2 ബസ്സുകൾ കൂടി മാറി കയറേണ്ടതുണ്ട്. കുട്ടി ഡോറിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടക്ടർ കണ്ടിട്ടും ബസ് നിർത്താൻ ആവശ്യപ്പെട്ടില്ലെന്നും വിദ്യാർത്ഥിനി പറഞ്ഞു. ഫുൾ ആളായി തിരക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ കയറി തന്നെ ഒരു വേഗം ഡോറടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. കണ്ടക്ടർ അപ്പുറത്ത് കാണുന്നുണ്ടായിരുന്നു, പക്ഷേ തുറക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്തില്ല. പിന്നെ അപ്പുറത്തുള്ളൊരു താത്ത എന്താക്കി കൈ പിടിച്ചെന്നെ പുറത്തേക്ക് വലിക്കാൻ ശ്രമിച്ചു. എനിക്കെന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡോറ് പിടിച്ച് അങ്ങോട്ട് തള്ളുകയായിരുന്നു. അപ്പോൾ അപ്പുറത്തെ സ്റ്റോപ്പ് 2 സ്റ്റോപ്പ് കഴിഞ്ഞ് കമ്പിവേലിയാണ് പിന്നെ എന്നെ ഇതിന് തുറന്നത്. പിന്നെ ഞാൻ അവിടെ തന്നെ ഞാൻ ഇറങ്ങണമെന്ന് പറഞ്ഞ് വേദനയായിട്ട് ഞാൻ ഇറങ്ങി. ഓല് ചോദിച്ച് എന്തോ പറ്റിയോന്ന് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ആക്കി മേലൊക്കെ പറ്റിക്ക് പറഞ്ഞ് ഓല് അങ്ങനെ തന്നെ വണ്ടി എടുത്തു പോയി. പിന്നീട് നടന്ന് തിരിച്ച് വീട്ടിലെത്തിയ കുട്ടിയെ മാതാവ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സയ്ക്ക് ശേഷം മാതാവ് രാവിലെ 10 മണിയോടെ പോലീസിൽ പരാതിയും നൽകി. എന്നാൽ രാത്രി വരെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് എത്തിയില്ലെന്നും മാതാവും പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി പരാതി കൊടുത്ത്. സ്റ്റേഷനിൽ പരാതി എടുത്ത് കുറച്ച് കഴിയുന്നതൊക്കെ പിന്നെ പോലീസുകാർ വിളിച്ചിട്ടുണ്ട്. കണ്ടക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾ കണ്ടക്ടറോടൊന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടോ പോലീസുകാരോട് പിന്നെ കണ്ടക്ടറോട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് സംസാരിക്കേണ്ടത് പിന്നെ എനിക്ക് കേസിൽ മുന്നോട്ട് പോയാൽ അത് വേറൊന്നും വേണ്ടെന്ന് തന്നെ. ഞാൻ വേഗം പിന്നെ അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ടാക്കുകയും ചെയ്ത് ഞാൻ ചൈൽഡ് കെയറിലേക്ക് 16 വയസ്സായിട്ടുണ്ടോ ചൈൽഡ് കെയറിലേക്ക് വിളിച്ച് പറഞ്ഞ് അവർ കേസ് ഫയൽ ചെയ്തെന്ന് പറഞ്ഞ്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയ വിദ്യാർത്ഥിനിക്ക് ശരീരത്തിൽ വേദന വർദ്ധിച്ചതിനാൽ രാത്രി വീണ്ടും പുനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.